മാറാനാണ് എഫോർട്ട് കൊടുക്കുന്നത്, അല്ലേ? ആ, എവിടെയാണ് പ്രോബ്ലത്തിൻ്റെ ചെറിയൊരു സ്ലൈറ്റ് ട്രേസ് വന്ന് അവിടെ നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് മാറി വീണ്ടും ഫ്രീ സ്പേസിലോട്ട് വന്നു. ആ ഫ്രീ സ്പേസിൽ തന്നെത്താൻ വർക്ക് ചെയ്യും. അപ്പം നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത് എന്താണ്? പിന്നെ ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ബന്ധത്തിൽ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കണ്ടിന്യൂറ്റി ഉള്ളത് തുടരുകയും കണ്ടിന്യൂറ്റി ഇല്ലാത്തത് സാവകാശം ഷെയ്ഡിലോട്ട് മാറുകയും ചെയ്യും. അത് നമ്മുടെ ശ്രദ്ധയിൽ കുറഞ്ഞു വരും. ഉദാഹരണത്തിന് ഞാനതുകൊണ്ടാണ് സെക്ഷുവാലിറ്റി അപ്രസക്തമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായ? സെക്ഷുവൽ ഏർജ് ഒരു വ്യക്തിക്ക് നിരന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗത്ത് പ്രോമിനൻ്റ് ആകുന്നില്ല. ആ സെക്ഷുവൽ നീഡ്, സെക്ഷുവൽ ഏർജാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ ഈ ഫ്രീ സ്പേസായിട്ടുള്ള ബന്ധം വരത്തില്ല. ഈ ഫ്രീ സ്പേസായിട്ടുള്ള ബന്ധമാണ് നമ്മളുടെ ശ്രദ്ധയിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തിക്ക് വേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ആ ഫ്രീ സ്പേസുമായിട്ടുള്ള ബന്ധമാണ്. അവിടെയാണ് ഇമേജസ് വരുന്നതും അവിടെയാണ് ബ്ലോക്കുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അവിടെയാണ് അത് എഫോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എഫോർട്ട് കൊടുക്കുന്നത് നമ്മളെ ഫ്രീ സ്പേസിലോട്ട് എത്താനാണ്. അപ്പോഴാണ് ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫ്രീ സ്പേസിൽ നമ്മൾക്ക് കാണാനായിട്ട് ഈ ഞാനാണുള്ളത്. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊന്നുമല്ല. പക്ഷെ എല്ലാവർക്കും ഞാനെന്ന് പറയുന്നത് അവരുടെ പൊസസീവ്നെസ്സിൽ ഉള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ പൊസസീവ്നെസ്സിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോഴാണ് അവർ ബലം പിടിക്കുന്നത്, അവർക്ക് ദേഷ്യം വരുന്നത്. അവിടെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മുന്നോട്ട് പോകത്തില്ല. ഈ ഭാഗം പറഞ്ഞു ഇപ്പം നമ്മൾ ആ ഫ്രീ സ്പേസിലോട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ആകാശം ഓപ്പൺ ആകുമ്പോഴാണ് ഫ്രീഡം എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അപ്പം നമുക്ക് ആ ഭാഗത്ത് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒന്നും കൂടി. ഇപ്പം നമ്മൾ ആ ഫ്രീ സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളുടേതായിട്ടൊരു പേഴ്സണൽ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ ആ സാഹചര്യത്തിന് എന്തെങ്കിലും ആക്ഷൻ അനിവാര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ഷൻ എടുക്കാം. അതായത് ശരീരത്തിൻ്റെ ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആവശ്യം പറഞ്ഞു. ഈ ഒരു സാമൂഹികമായിട്ടുള്ളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാർ, നമ്മളിപ്പോൾ ഒരു ഫ്രീ സ്പേസിൽ ആണ് നമ്മൾ സെൻസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് പേഴ്സണലി ആക്ഷനിലൂടെ ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാര്യം നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗത്താണ് നിൽക്കുന്നത്, സമ്പൂർണ്ണതയെ അനുഭവിച്ചാണ് തുടരുന്നത്. പക്ഷെ അപ്പം ഈ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേഖലയിൽ ഒരു പ്രവർത്തനം വരുന്നത്, അപ്പൊ എവിടെ നിന്നായിരിക്കും അത് ആരംഭിക്കുന്നത്? അല്ല, അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു പ്രോസസ്സല്ല, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണല്ല. അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. രാഷ്ട്രീയത്തിലും കണ്ടിന്യൂറ്റിയായിട്ട് കണക്റ്റാക്കുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് 10 കാശ് കിട്ടും എന്ന് പറയുന്നൊരു ഭാഗത്തോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ കണ്ടിന്യൂറ്റി പോയില്ലേ. എനിക്കിന്നത് കിട്ടും, എനിക്കിന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ പ്രോപ്പറല്ല അത്. മനസ്സിലായി? എവിടെയാണെങ്കിലും എനിക്കിന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ആ പെണ്ണിനെ വളച്ചെടുക്കാൻ പറ്റും,
മനസ്സിലായി. എനിക്ക് അവളെ എൻ്റെ കയ്യിലാക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ബ്ലൈൻഡായി, ഫ്രീ സ്പേസ് പോയി. തീർച്ചയായിട്ടും അവിടെ കള്ളത്തരവും നുണയോ വഞ്ചനയൊക്കെ ചെയ്യേണ്ടി വരും, ഇല്ലേ? അതെ. ആ, മനസ്സിലായി. ഇത് കാശ് കിട്ടണം, അല്ലെങ്കിൽ കാശ്, പെണ്ണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയുന്ന എളുപ്പമുള്ള കാര്യങ്ങളാണ്. പെണ്ണ് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ലോകത്ത്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന പെണ്ണ് വിഷയത്തിലാണ്. എന്നുവെച്ചാൽ സ്ത്രീയുടെ സാന്നിധ്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഏറ്റവും അപകടം സ്ത്രീയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ്. സ്ത്രീയെ ഒരു താൽക്കാലിക ടെമ്പററി സുഖമായിട്ട് ആരെങ്കിലും അതിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ തെളിച്ചം ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഫ്രീ സ്പേസ് ആയിരിക്കണം പൊട്ടൻഷ്യൽ. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം പോലും ആ ഫ്രീ സ്പേസിന് വേണ്ടിയിട്ടാകുമ്പോഴാണ് അവിടെ അട്രാക്ഷൻ, രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു അട്രാക്ഷൻ വരും. മറ്റേത് സ്ത്രീയോടുള്ള അട്രാക്ഷനാണ്. വ്യത്യാസം മനസ്സിലായ? ഒരുമിച്ച് നിന്നിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അതെ, ഈ ഫ്രീ സ്പേസിനോടുള്ള അട്രാക്ഷൻ. മറ്റേ സ്ത്രീയുടെ ശരീരത്തിനോടുള്ള അട്രാക്ഷനിലാണ് നിൽക്കുന്നത്. അതെ 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 മറ്റേ സ്ത്രീയുടെ അട്രാക്ഷൻ, അവിടെ സ്ത്രീക്കൊന്നും ചെയ്യാനില്ല, സ്ത്രീയുടെ അട്രാക്ഷനാണ് ഒരാൾ നിൽക്കുന്നത്. ഓക്കെ, അവിടെയാണ് സ്ത്രീയെ സൂചിപ്പിക്കാൻ, സ്ത്രീയെ ആകർഷിക്കാനും സ്ത്രീയെ സ്വാധീനിക്കാനും ഒക്കെ നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇത് രണ്ടുപേരും ഒരുമിച്ച് ഈ ആകാശത്തെ ആകർഷിക്കാൻ നോക്കുന്നു. മനസ്സിലായി? അവിടെയാണ് ശരിക്കുള്ള ഒന്നിക്കൽ. എല്ലാവരും സ്പേസിനെ ആകർഷിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അടി, വഴക്ക്, രോഗം ഒന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ സ്പേസിനെ അല്ല ആഗ്രഹിക്കുന്നത്. സ്പേസിനെ ആഗ്രഹിച്ചാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് സ്പേസിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. സ്പേസിനെ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. അതെ, അവിടെ സത്യസന്ധതയല്ലേ, അവിടെ വേറെ ഒന്നുമില്ലല്ലോ. ആ, അവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുള്ള ആകർഷണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ പരസ്പര ധാരണ എന്ന് പറയുന്നത് സംഭവിക്കില്ല. ഇല്ല, അവിടെ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. സ്പേസ് ഉണ്ട്, അവിടെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. മനസ്സിലാവും? എല്ലാവരും ഫ്രീ സ്പേസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ട് അവിടെ യാതൊരു കാരണവശാലും തടസ്സങ്ങളില്ല. എല്ലാവർക്കും ഫ്രീ സ്പേസ് അനിവാര്യമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ വൃത്തി വേണമെന്ന് പറയുന്നത്. ആ ഫ്രീ സ്പേസായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ജീവിതം. അത് നമ്മളെ മോചിപ്പിക്കുന്നെന്ന് പറയുന്നത് എന്താ? ലിബറേറ്റഡ് ആയെന്ന് പറയുന്നത് ഈ ഫ്രീ സ്പേസായിട്ട് കണക്റ്റായി. മനസ്സിലായി? അപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പോഴാണ് ഒരു വ്യക്തി കാരണം ശരീരത്തിൽ നിന്ന് മോചനം കിട്ടി. മനസ്സിലായി? ശരീരത്തിൽ നിന്ന് മോചനം കിട്ടിയത്. ശരീരത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുന്നത് ശരീരം മറ്റൊരു ശരീരത്തിൻ്റെ അടിമയായിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മളുണ്ടാക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരീരത്തിൻ്റെ സ്വാധീനത്തിലാണ്. നമ്മളുണ്ടാക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരീരത്തിൻ്റെതാണ്. ശരീരം നിലനിൽക്കാനുള്ള കാരണം ശരീരത്തിൻ്റെതല്ല. മനസ്സിലായി? ശരീരം നിലനിൽക്കാനുള്ള കാരണം ശരീരം എടുത്ത തീരുമാനമല്ല. അത് ആണ് ഈ ഫ്രീ സ്പേസ് നമുക്ക് തരുന്ന ആനുകൂല്യം. ക്ലിയറായി? അപ്പം ഈ നമ്മൾ ഈ കോൺഫ്ലിക്റ്റിൽ നിൽക്കുമ്പോഴാണ് ഈ ഫ്രീ വില്ലെന്ന് പറയുന്ന ഭാഗം നമുക്കുണ്ടെന്ന് നമ്മൾ തോന്നിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ഫ്രീ വില്ലെന്ന് നമ്മൾ പറയുന്നത് ശരീരത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴാണ് ഫ്രീ വില്ല് ആഗ്രഹിക്കുന്നത്.
ഫ്രീ വില്ലാണ്. ഫ്രീ സ്പേസ് ആയിട്ട് വരുമ്പോഴും ഫ്രീ വില്ല് തന്നെയല്ലേ? ഫ്രീ സ്പേസിലോട്ട് വരുമ്പോഴും ഫ്രീ വില്ല് തന്നെ. അവിടെയാണ് നമ്മൾ എഫോർട്ട്ലെസ്സിൽ നമ്മൾ ജീവിക്കുന്ന ഭാഗം. ഒരു ശരീരത്തെ മറ്റൊരു ശരീരത്തെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ശരീരം ആശ്രയിക്കുന്ന ഭാഗമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു ശരീരത്തെ ആശ്രയിക്കലാണ്, അല്ലേ? അതെ, അതിനകത്ത് യാതൊരു പ്രതിസന്ധിയില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധം അവിടെയും ഇല്ലേ, ശരീരത്തിൻ്റെ ഭാഗമില്ലേ. പക്ഷെ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? എന്താണ് ഉപയോഗിക്കുന്നത്? ഫ്രീ സ്പേസ് ഉപയോഗിച്ചാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെയെല്ലാം കഴിച്ചിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാകണം, ഞാൻ ഇന്നതാകണം എന്നുള്ള തീരുമാനം ഇല്ലാണ്ട് ചെയ്യണം. അല്ലേ? ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ മാത്രമേ ഫ്രീ സ്പേസുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ഈ സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മറ്റൊരാളെ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ആ ഫ്രീ സ്പേസിൽ നിന്ന് മാറുമല്ലേ ചർച്ച ചെയ്യുന്നത്, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. വർത്തമാനം പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വർത്തമാനത്തിൽ നിന്ന് സംസാരത്തിലോട്ട് എത്തിക്കാനാണ്. മനസ്സിലായ? വർത്തമാനത്തിൽ നിന്ന് സംസാരത്തിലോട്ട് എത്തിക്കണം, വർത്തമാനത്തിൽ നിന്ന് ആന്തരിക വ്യവസ്ഥയിലോട്ട് എത്തിക്കണം. ഇപ്പോൾ ശരത്ത് വന്നു, ശരത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചു, അങ്ങനെ ശരത്തുമായിട്ട് വർത്തമാനത്തിൽ നിന്ന് സംസാരത്തിലോട്ട് എത്തി. സംസാരത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ വർത്തമാനത്തിൽ ബലം പിടിച്ചു. വർത്തമാനത്തിൽ ബലം പിടിച്ചപ്പോൾ ജഡത്തിൽപ്പെട്ടു. സംസാരത്തിലെത്തുമ്പോൾ ആത്മാവിലെത്തി. മനസ്സിലായ? വർത്തമാനത്തിൽ തുടങ്ങി ഒരു കാര്യം വർത്തമാനത്തിലുണ്ടായി. ഓക്കെ, അത് സംസാരത്തിലെത്തണം. ഇപ്പോഴാണ് പരസ്പരമുള്ള ബന്ധത്തിലെത്തി. ഈ പരസ്പരമുള്ള ബന്ധത്തിലോട്ട് എത്തുന്നില്ല, വർത്തമാനത്തിൽ തന്നെ ബലം പിടിച്ച്. എന്ത് കാര്യത്തിലാണ്? അപ്പം ജഡത്തിൽപ്പെട്ട് അപ്പോഴേ രോഗിയാകുന്നു. എന്താ കാര്യം? എന്താ ബലം പിടിക്കാൻ? അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് അവിടെയും കാണാം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് സഹിക്കുന്നില്ല, എന്താ കാരണം? അതും കാണാം. ഇതിൽ കാഴ്ചയില്ലാത്തൊരു ഭാഗമില്ല. വർത്തമാനത്തിൽ നിന്ന് സംസാരത്തിലൂടെ എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? പറ്റുന്നില്ല. മനസ്സിലായ? കാരണം ഏതോ ജഡത്തിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾക്ക് ആരാണ് ഏത് ജഡത്തിലാണ് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ അടിയറ വെക്കുക. ഇത്രയുള്ള കാര്യം. മനസ്സിലായ? നമ്മൾ അവരുടെ മുമ്പിൽ കൈകൂപ്പിയാൽ മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ സന്മനസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട്. മനസ്സിലായി? നമ്മൾ ഏതെങ്കിലും ഒരാളെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട്. കാരണം അയാൾ ആ നന്മയിലോട്ട് വരാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ കൈകൂപ്പിയാൽ മാത്രം മതി. അതത് തീരും, അത് അസ്തമിച്ച് ദഹിച്ച് തീരും. ആ ബന്ധം ബന്ധനമാകത്തില്ല. പിടികിട്ടിയ? ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം വർത്തമാനം പറയുന്നൊരു ഭാഗം എടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പം ഒരാളോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പം എനിക്കിപ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആണ് എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ എനിക്കിപ്പോൾ ആ വ്യക്തിയുടെ അടുത്തുള്ള ആ വ്യക്തി അങ്ങനെ ഇപ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റം എന്നെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ പ്രവർത്തിച്ചത് ശരിയായില്ല, ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ വർത്തമാനത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം
ആ ഭാഗം ഞാൻ എങ്ങനെയാ സംസാരത്തിൽ എത്തിക്കുന്നത്? അതായത് വർത്തമാനത്തിൽ ഇന്ന പ്രവൃത്തി ചെയ്തതിൻ്റെ ഇമേജസ് ഇല്ലേ, ആ ആ ഇമേജസ് ന്യൂട്രലൈസ് ചെയ്ത് കളയുമ്പോഴാണ് സംസാരത്തിലെത്തുന്നത്. ആ ഇമേജസ് ന്യൂട്രലൈസ് ചെയ്ത് കളയാനാണ് അവിടെ വർത്തമാനത്തിൽ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ സാധനം എവിടെ വെച്ചു? ഞാനൊരു കാര്യം ചോദിക്കും, ശരത്തെ അത് എവിടെ വെച്ചു? ശരത്ത് പറഞ്ഞു തരുന്നില്ല. ശരത്തിന് ഒന്നെങ്കിലും അറിയാം, അല്ലെങ്കിൽ അറിയത്തില്ല, അല്ലേ? അത് ക്ലിയർ ചെയ്താൽ പോരെ? അപ്പം ശരത്തുമായിട്ടുള്ള ബന്ധം അവിടെ ക്ലിയറായി. ശരത്തുമായിട്ടുള്ള ബന്ധമാണ് ക്ലിയർ ആവേണ്ടത്. ഞാൻ ആ സംഭവം അന്വേഷിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ഭാഗം അത് വേറേതാ. പക്ഷെ ശരത്തിന് അറിയത്തില്ല. പക്ഷെ ശരത്തിന് അറിഞ്ഞുകൊണ്ട് ശരത്ത് അത് പറയുന്നില്ല. ഓക്കെ, ആ സാധനം വെച്ചത് എവിടെയെന്ന് ശരത്തിനറിയാം, പക്ഷെ ശരത്ത് അത് പറയുന്നില്ല. അപ്പോൾ പിന്നെ ശരത്തുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആവുമോ? ഇല്ല. ഇതെവിടെയാണ് കോട്ടം വരുന്നത്? മറ്റേത് പ്രശ്നമൊന്നുമില്ല. ഞാൻ സാധനം അന്വേഷിക്കുന്നു, ആ സംഭവം അന്വേഷിക്കുന്നു, ശരത്ത് കൂടെ ചിലപ്പോൾ ഒരുമിച്ച് നിന്ന് അന്വേഷിക്കും. ഇത്രയല്ലേ ഉള്ളൂ, അല്ലേ? വർത്തമാനത്തിൽ അത്രയേ ഉള്ളൂ. രണ്ടുപേരും കൂടി ഒരുമിച്ച് അന്വേഷിക്കുന്നു. അവിടെ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുന്ന സംസാരത്തിലാണ്. ആ ബന്ധം സംസാരത്തിലാണ്. അത് നഷ്ടപ്പെട്ടില്ല. ഓക്കെ, എനിക്കിപ്പോ അറിയാം, പക്ഷെ ഞാൻ പറയാതിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പൊ ആ ബന്ധം എങ്ങനെയാണ്? ആ ബന്ധം അവിടെ ആ വ്യക്തിക്ക് താല്പര്യമില്ല, മനസ്സിലായി? അപ്പോൾ വളർച്ചയില്ല. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അവിടെ പോയി. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പോയി, മനസ്സിലായ? രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പോയി. കാരണം നമ്മളുടെ ആവശ്യം എന്താണ്? ഒരുമയാണ് ആവശ്യം. ഒരുമയാണ് ആവശ്യം. എന്ത് വന്നാലും ഒരുമയാണ് ആവശ്യം, അല്ലേ? നമുക്ക് കൃത്യമായിട്ട് വേണം. ഒരുമയാണ് ആവശ്യമെങ്കിൽ ഒരുമിക്കുന്ന ഭാവം വിടാതെ പ്രവൃത്തി അവിടെയാണ് സത്യസന്ധത. ഒരുമയാണ് ആവശ്യം. എന്ത് വന്നാലും ഒരുമയ്ക്ക് സ്ഥാനം കൊടുക്കുക. അവിടെ വാശിയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. അവിടെയാണ് ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുന്നത്. അവിടെ ക്ലെൻസിങ് എന്താണ്? ആ ഒരുമയ്ക്ക് തടസ്സം നിൽക്കുന്നതിനെ ഒഴിവാക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാണാം നമ്മൾ തെളിഞ്ഞാണ് പോകുന്നതെന്ന്. നമ്മൾ തെളിഞ്ഞാണ് പോകുന്നത്. എന്താണ്? ശൂന്യതയായിട്ടുള്ള ബന്ധത്തിൽ ശരീരത്തെ നിലനിർത്താൻ സാധിക്കുന്നു. അത്രയും പോരെ? അപ്പോൾ അവിടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ വർത്തമാനം പറയുന്നിടത്ത് പരസ്പരമുള്ള ഇമേജസിനെ ദഹിപ്പിച്ചു കളയുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്, അല്ലേ? അതായത് നമ്മൾ കെയർ ചെയ്യുന്നു, നമ്മൾ ഒരാളെ കെയർ ചെയ്യുന്നു. ആ കെയർ ചെയ്യുന്ന ഭാഗം അയാൾ വകവെക്കുന്നില്ല. പിന്നെ ആ കെയറിങ്ങിന് പ്രസക്തി ഉണ്ടോ? ഇല്ല, മനസ്സിലായി? അത് തുടരാൻ പറ്റത്തില്ല, മനസ്സിലായി? നമ്മൾ ഒരാളെ കെയർ ചെയ്തു, ആ കെയർ ചെയ്ത ഭാഗം അയാൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയണമെങ്കിൽ ജെസ്സിയെ ഞാൻ കെയർ ചെയ്തു, ഓക്കെ, അവിടെ ജെസ്സി അത് വകവച്ചില്ല. അതുകൊണ്ട് ആ ബന്ധം അവിടെ തുടരുന്നില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് ആ ബന്ധം അവിടെ തുടരാത്തത്. ഇത് സമൂഹത്തിന് ഒരിക്കലും മനസ്സിലാകത്തില്ല, മനസ്സിലായി? സമൂഹത്തിന് ഒരിക്കലും മനസ്സിലാകത്തില്ല. പക്ഷേ ഇപ്പോൾ കെന്നിൻ്റെ ഭാഗത്ത് കെന്നിനെ കെയർ ചെയ്യുന്ന ഭാഗം കെന്നിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലായി? അതുകൊണ്ട് കെന്ന് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു. മനസ്സിലായി? ഞാൻ കെയർ ചെയ്യുന്ന ഭാഗം, മനസ്സിലായി? ആ കെയർ ചെയ്യുന്ന ഭാഗമുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്ത് ബഹളം വെച്ചാലും അടി വെച്ചാലും അത് അവൻ്റെ ബോഡിയിൽ വന്നിട്ടുള്ള കണ്ടാമിനേഷനാണ്. എങ്ങനെയാണ്? അവൻ്റെ ശരീരത്തിലുള്ള കണ്ടാമിനേഷനാണ്. അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ള ഭാഗം എനിക്കറിയാം, മനസ്സിലായ? അത് ക്ലിയർ ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ വളർച്ചയുടെ ഭാഗത്ത് ഈ സംഭവം ക്ലിയർ ചെയ്യാണ്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെന്നുള്ള ഭാഗം എനിക്കറിയാം. ശ്രദ്ധിക്കണേ. കാരണം കെന്നിൻ്റെ വളർച്ചയുടെ ഭാഗത്ത്
കെന്നിൻ്റെ ഭാഗം തെളിഞ്ഞു കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മനസ്സിലായി? എൻ്റെ പ്രോബ്ലത്തിൽ നിന്നാണ് കെന്നിൻ്റെ പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നത്. മനസ്സിലായി? കാരണം ജെസ്സിയും രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിലാണ് കെന്നുണ്ടായത്. അപ്പോൾ ജെസ്സിയുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബന്ധം അവിടെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രോബ്ലം കെന്നിൽ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? എല്ലാ രീതിയിലും. കാരണം അവിടെ ഇപ്പോൾ ഫിസിക്കലി പറയണമെങ്കിൽ ഞാൻ ജെസ്സിയോട് ചോദിക്കുന്നു ഇതെവിടെ വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ജെസ്സി അതിന് ഉത്തരം തരുന്നില്ല. അപ്പോൾ അവിടെ ശാരീരികമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വന്നില്ലേ? ഒരു സാധനം, വീട്ടിലൊരു സാധനം എവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ ജെസ്സി മറുപടി തരുന്നില്ല. അപ്പോൾ ശാരീരികമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വന്നില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അവിടെ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നാൽ പോരെ അല്ലേ? അവിടെ എന്താണ് വെച്ചതെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നാൽ മതി. അത് തരണതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോഴുണ്ടായ തടസ്സമല്ല, വേറെ എവിടെയൊക്കെ വേറെ പലയിടത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗം സംഭവിക്കത്തില്ല. മനസ്സിലായി? അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല. മനസ്സിലായ? അപ്പോൾ അവിടെ ആ തുടർച്ചയില്ല. അപ്പോൾ സാവകാശം ഈ ഭാഗം ഞാൻ അറിഞ്ഞു വന്നത് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. കാരണം അന്ന് ഇത്രയും ക്ലാരിറ്റി ഇല്ലായിരുന്നു. അന്ന് ഇത്രയും ക്ലാരിറ്റി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ പ്യൂരിഫിക്കേഷന് ഞാൻ ആശ്രയിച്ചിരുന്ന ജെസ്സിയാണ്. ഞാൻ ആശ്രയിച്ചിരുന്ന വ്യക്തി തന്നെ ഈ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗത്ത് എങ്ങും നിന്നില്ല. മനസ്സിലായി? എങ്ങും നിന്നില്ല. മനസ്സിലായ? അങ്ങനെ നിൽക്കാതെ വന്നപ്പോഴത്തേക്കും എനിക്കെന്ത് പറ്റി? ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ ചെന്ന് എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഡിസ്കഷന് പോയപ്പോൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ഇങ്ങനെ ഒരു ഭാഗം എന്താണെന്ന് അറിയത്തുപോലും ഇല്ലാത്തവരാ. വീണ്ടും ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായി. മനസ്സിലായ? ഈ ഭാഗം അറിയാത്ത കുറേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യും. പക്ഷേ ഈ ഫ്രീ സ്പേസ് ഉണ്ട് എനിക്ക്. ശ്രദ്ധിക്കണേ, ഈ ഫ്രീ സ്പേസ് ഉണ്ട് ആശ്രയിക്കുന്ന ഇവരുടെ അടുത്താണ്. അപ്പോഴാണ് നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത്. കാരണം ആരെ ആശ്രയിച്ചിട്ടും ആരും നമുക്ക് അനുകൂലമായിട്ടൊരു ഭാഗത്തോട്ട് വരുന്നില്ല. എന്നുവെച്ചാൽ അവരാരും പ്രോഗ്രസ് ചെയ്യാൻ തയ്യാറല്ല. മനസ്സിലായോ? അവരാരും പ്രോഗ്രസ് ചെയ്യാൻ തയ്യാറല്ല. ഇതിൻ്റെ ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. നമുക്ക് മനഃപ്രയാസമാണ് ഉണ്ടായത്. ആത്മീയമായിട്ട് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനം എന്താണ്? ആത്മഹത്യ ചെയ്യണമെന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം പരസ്പരം ബന്ധമുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അത് അനിവാര്യമാണ്. പരസ്പരമുള്ള ബന്ധം അനിവാര്യമാണെന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത്? അതിന് വൃത്തിയാണ് വേണ്ടത്. മനസ്സിലായ? എത്ര വർഷം ഞാൻ സഫർ ചെയ്തിട്ടും ആ വൃത്തി എന്ന് പറഞ്ഞ ഭാഗം അവിടെ നിലനിന്നിരുന്നത് കൊണ്ട് ഈ പരസ്പരമുള്ള ബന്ധം നമ്മളുടെ അറിവിലല്ലാതെ ഒരുപാട് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് അപ്പോഴും ബന്ധമുണ്ടല്ലോ. അതെ. അപ്പൊ അത് ജീവൻ എങ്ങനെ അത് തടസ്സം സൃഷ്ടിക്കുന്നില്ല? നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുകയല്ലേ, ഇങ്ങനെ എനിക്ക് അടുപ്പുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമില്ല, അതുകൊണ്ട് എൻ്റെ വളർച്ചയ്ക്ക് അത് പ്രശ്നം ഉണ്ടാവുന്ന നമ്മളൊരു തീരുമാനം എടുത്തിട്ട് അതിന് പ്രതികരിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ശാരീരികമായിട്ടുള്ള അവസ്ഥയുടെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ളതില്ലേ? ശരീരം പ്രവർത്തിക്കുന്നില്ലേ? ശരീരം പ്രവർത്തിക്കുന്നുണ്ട്. അതിനാവശ്യമായ ഇപ്പൊ ഭക്ഷണം, വെള്ളം ഇതൊക്കെ അപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അത് ജീവിതത്തിന് തടസ്സം എങ്ങനെ സൃഷ്ടിക്കും? അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് പ്രവൃത്തി ചെയ്തിട്ടല്ലേ ഭക്ഷണത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തുന്നത്. അതിനൊരു കൂട്ടായ്മയില്ലേ? അതിനൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലാണ് ഈ അലൈൻമെൻറ്റ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ടൂൾ എടുക്കുന്നു, ഒരു ചെയിൻസോ എടുക്കുന്നു. ആ ചെയിൻസോയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ആ ടൂൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കണ്ടേ? അല്ലേ? അല്ലെങ്കിൽ അത് നശിച്ചു പോകും. കാരണം നശിക്കാതിരിക്കാനാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ
അവിടെ വൃത്തി വേണം. അതിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് മെച്ചപ്പെടുന്നത്? നമ്മൾ മെച്ചപ്പെടത്തില്ല. മനസ്സിലായോ? നമ്മൾ എന്തെടുത്താലും അതിന് മര്യാദ ഉണ്ടാകണം. കാരണം എന്താ? നമ്മളുടെ മര്യാദ അറിയാനാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, മനസ്സിലായോ, ഒന്നിനെ നശിപ്പിക്കാതെ പ്രവർത്തിക്കണം. പിടികിട്ടിയ അവിടെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ ഉള്ളവരെല്ലാവർക്കും പരസ്പരമുള്ള ധാരണ കൃത്യമായിരിക്കണം. മനസ്സിലായി? പരസ്പരമുള്ള ധാരണ കൃത്യമായിരിക്കണം. എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു? കാരണം എല്ലാവരും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് തോന്നിയാസം എന്ന് പറഞ്ഞ ഭാഗം എങ്ങനെയാണ് വരുന്നത്? എല്ലാവർക്കും നിലനിൽക്കാനല്ലേ, എല്ലാവർക്കും ഒരുപോലെയല്ലേ നിലനിൽപ്പ്, അല്ലേ? അപ്പോൾ അവിടെ ബന്ധം ഉറപ്പല്ലേ? അങ്ങനെ ഒരാളുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാണ് പറയുന്നതെങ്കിൽ, ഒരാളുമായിട്ടും ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ബന്ധം ഉണ്ടാകണം. ആ ബന്ധത്തിന് തുടർച്ചയുണ്ടാകണം. അത് എവിടെ വെച്ച് ബ്രേക്കാകുന്നു അവിടെ വെച്ച് കഴിഞ്ഞു. മനസ്സിലായോ? എവിടെ വെച്ച് ആ ബന്ധം ബ്രേക്കാകുന്നു. കാരണം മറ്റൊരു വ്യക്തിക്ക് വേറെ ജഡികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകാം, നമുക്ക് അയാളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, കഴിഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് പിന്നെ അയാളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ജെസ്സിയുമായിട്ടുള്ളത്. കാരണം ജെസ്സിയുമായിട്ട് ഒരുപാട് കാലത്തുള്ള ബന്ധമുള്ളതുകൊണ്ട് എനിക്കത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ജെസ്സി അത്രയും ഞാൻ ഡിപ്പെൻഡ് ചെയ്തു പോയി. മനസ്സിലായോ? ജെസ്സിയോ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തു പോയി. അതുകൊണ്ട് എൻ്റെ ശരീരം അത് മെമ്മറൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മളുടേതായിട്ടുള്ള സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ ആ വ്യക്തിക്ക് അത് അക്നോളജ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഭാഗം റിജക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഹർട്ടായി എന്നുള്ളൊരു ഭാഗം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ വ്യക്തിയുടെ സംസാരത്തിൽ എനിക്ക് ഹർട്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഹർട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഭാഗം ഞാനത് ശ്രദ്ധിക്കാതെ സംസാരിച്ച് അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ഇനി ശ്രദ്ധിക്കാം എന്നും പറയാം. അപ്പം രണ്ട് ഭാഗത്തും അങ്ങനെ ആക്ച്വലി ആ വ്യക്തി ശ്രദ്ധിക്കാന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആക്ച്വലി ആശ്വാസമായി എനിക്ക്. അപ്പം എൻ്റെ ഇമോഷനെ അക്നോളജ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അപ്പം വീണ്ടും ആ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം എന്നിട്ട് പിന്നെയും ഉണ്ട്. മുമ്പ് അതായത് ആ പരസ്പര ബന്ധം എനിക്ക് പിന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നു. അതേസമയം റിജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനല്ല. ഇപ്പൊ എന്റെ ഇമോഷനെ വാല്യൂ ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണക്ഷൻ പോയി. തീർച്ചയായിട്ടും. അപ്പം ഇതിനകത്ത് ഞാൻ ആ അക്നോളജ് ചെയ്യാത്തൊരു വ്യക്തിയോട് പിന്നീട് തുടരുന്നതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല, തുടരത്തില്ല. തുടർച്ച സാധ്യമല്ല. കാരണം അവിടെ പരസ്പരം ഒരുമിച്ചിരുന്ന് രണ്ടു കൂട്ടർക്കും ഒരുമിച്ചിരുന്ന് അനലൈസ് ചെയ്യേണ്ട ഭാഗമുണ്ട്. മനസ്സിലായി? രണ്ടു കൂട്ടർക്കും ഒരുമിച്ചിരുന്ന് വേറെ എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. മനസ്സിലായോ? ഇപ്പം ജെസ്സിയുടെ ഭാഗം എടുത്തു പറയണമെങ്കിൽ ജെസ്സി വേറെ ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അത് ഇവിടെ എന്താ വേണ്ടത്? നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സർവ്വ കമ്മ്യൂണിക്കേഷനും പരസ്പരം ഷെയർ ചെയ്യണം. കാരണം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സത്യസന്ധമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഭാഗം അവ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ വന്നു വെച്ചാൽ എല്ലാം ഷെയർ ചെയ്യും. എവിടെയൊക്കെ പോയി എന്തൊക്കെ സംഭവിച്ച്, മനസ്സിലായോ? സർവ്വകാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇയാളെന്ത് ചെയ്ത്
ഇയാൾ കണ്ടത് എന്താണ്? ഞാൻ വീക്കാണ്, എനിക്ക് അവളില്ലാണ്ട് നിലനിൽക്കാം. അവളെ ആശ്രയിക്കുന്ന ഭാഗത്തോട്ട് ഇവള് തീരുമാനമെടുത്തു. പിടികിട്ടിയ? എന്നെ ആശ്രയിച്ചാണ് ഈ മനുഷ്യന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വ്യക്തിക്ക് അഹങ്കാരം വന്ന്, മനസ്സിലായി? ഇയാൾ എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഇയാൾ വഴങ്ങും. അപകടം സംഭവിച്ച അവിടെയാണ്. അങ്ങനെ ഈ വ്യക്തിക്ക് അവിടെ ദുരാഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ ഞാനിത് അറിയുന്നില്ല. മനസ്സിലായോ? അവിടെയാണ് ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സത്യസന്ധയുടെ ഭാഗം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ സത്യസന്ധയുടെ ഭാഗം തുടരുമ്പോൾ ഈ വ്യക്തി സത്യസന്ധയുടെ ഭാഗത്ത് ചേരാൻ പറ്റുന്നില്ല. കാരണം ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യങ്ങൾ വെട്ടത്ത് വരും. മനസ്സിലായോ? ഒളിച്ചും പാത്തും ചെയ്താൽ ഇത് വെട്ടത്ത് വരും, വരാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ഒളിച്ചും പാത്തും ചെയ്താലും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ആ വ്യക്തിക്ക് തുടരാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം എന്താ? കാരണം ഫ്രീ സ്പേസാണ് സത്യം. മനസ്സിലായോ? ഫ്രീ സ്പേസാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. അതുമായിട്ടുള്ള ബന്ധമാണ് ജീവിതത്തിൻ്റെ തുടർച്ച. ഓക്കെ? നമ്മൾ ആക്ച്വലി അപ്പം ഈ പൊരുത്തം എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്ന തുടക്കത്തിൽ ഉണ്ട്. അതായത് പരസ്പരം അക്നോളജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗത്ത് തന്നെ പൊരുത്തം സംഭവിച്ചു തുടങ്ങി. അതെ, പരസ്പരം അക്നോളജ് എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? എന്തെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഷെയർ ചെയ്യുക വെച്ചാൽ അതിനെ അനലൈസ് ചെയ്യുന്നു. ഒറ്റയ്ക്കൊരാളെ അനലൈസ് ചെയ്യുന്ന പരിപാടി രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യുന്നു. രണ്ടുപേരുടെ ആവശ്യം അതാണ്. അതിലാണ് കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് നടക്കത്തില്ലെന്നുള്ളതല്ല. മനസ്സിലായി? ഇതെങ്ങനെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാം. മനസ്സിലായോ? എങ്ങനെ ഒരുമിച്ചിരുന്ന് നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള ഭാഗമാണ് അന്വേഷിക്കുന്നത്. അവിടെയല്ലേ ജീവിതം. അവിടെ എതിർക്കുന്നത് എന്തിനാണ്? അവിടെ എതിർപ്പിൻ്റെ യാതൊരു കണിക പോലും വരേണ്ട കാര്യമില്ല. രണ്ടുപേരും ഒരുമിച്ച് അവിടെ ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഭാഗം അവിടെ വരേണ്ടതില്ല. അല്ലേ? ഞാൻ നിന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ഒരു ഭാഗം ഇല്ല അവിടെ. അവിടെയാണ് അഹങ്കാരം വരുന്നത്. അതെന്തുകൊണ്ടാണ്? കണ്ടാമിനേഷൻ ഉള്ളതുകൊണ്ടാണ്. വേറെ എന്തോ കാര്യങ്ങൾ പ്ലാനിങ് ഉണ്ട്. മനസ്സിലായോ? അത് പ്രപഞ്ചത്തിൻ്റെ പ്ലാനിങ് അല്ലാതെ തന്നിഷ്ടത്തിന് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ആത്മാവിനെയാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്. മനസ്സിലായോ? ആത്മാവുടെ ബന്ധമാണ് എടുത്തു കളയുന്നത്. ക്ലിയർ ആണോ? ചിലപ്പം പരസ്പരം ഇപ്പം നമ്മളിപ്പം ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ എന്ന് പറയുന്ന ഒരു പവർ പൊസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ